ഓക്കെ, സോ പുതിയൊരു ലൈറ്റിംഗ് സെറ്റപ്പാണ്. എങ്ങനെയാണെന്ന് പറയുക, ഈ ലൈറ്റ് ആൻഡ് ഷാഡോസിൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സൈഡിൽ ഇപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് വെച്ചേക്കാണ്, ഈ സൈഡിൽ മാത്രമേ ലൈറ്റ് ഉള്ളൂ. സോ എങ്ങനെയുണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഓക്കെ, സോ പോക്കോ X2. ഞാൻ ഈ പോക്കോ X2 യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 1.5 മാസമായി, 45 ദിവസം, അതിന് കൂടുതലായെന്ന് തോന്നുന്നു, 45 ദിവസമായി. സോ എനിക്കറിയാം ഒരുപാട് വൈകി ഇതിൻ്റെ റിവ്യൂ ഇടാൻ വേണ്ടി. ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ എനിക്ക് റിവ്യൂ ഇടാൻ താല്പര്യമുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം ഇത്രയും സമയം എടുത്തത്. ബട്ട് അറ്റ് ലാസ്റ്റ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പോക്കോ X2ൻ്റെ ഫൈനൽ റിവ്യൂ ആണ്, ഫൈനൽ ലോങ് ടേം റിവ്യൂ ആണ്. ഈ ഫോൺ വാങ്ങണോ വേണ്ടയോ, അതോ വേറെ എന്തെങ്കിലും ബെറ്റർ ഓപ്ഷൻ ഉണ്ടോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് നിതിൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഓൾറെഡി പോക്കോ X2നെ കുറിച്ച് ഇഷ്ടം പോലെ വീഡിയോസ് കണ്ടിട്ടുണ്ടല്ലേ. മോസ്റ്റ്ലി കമ്പാരിസൺ വീഡിയോസാണ്. അതിനോടൊപ്പം തന്നെ പോക്കോ X2നെ കുറിച്ച് തന്നെ ഡെഡിക്കേറ്റഡ് ആയ ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പോക്കോ X2 ഡെഡിക്കേറ്റഡ് ക്യാമറ റിവ്യൂ, ഡെഡിക്കേറ്റഡ് പബ്ജി ഗെയിമിംഗ് റിവ്യൂ. പബ്ജി ഗെയിമിംഗിലെ FPS മീറ്റർ, ടെമ്പറേച്ചർ, ബാറ്ററി ഡ്രെയിൻ, 60 FPS, 40 FPS, 60 Hz, 120 Hz എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇൻ ഡീറ്റെയിൽ. അതിനോടൊപ്പം തന്നെ ബാറ്ററി പെർഫോമൻസ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പോക്കോ X2ൻ്റെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് പെട്ടെന്ന് നോക്കാം. സോ ഇതിലുള്ളത് 6.67 ഇഞ്ചിൻ്റെ IPS LCD 120 Hz HDR10 സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 730G ചിപ്സെറ്റ് ആണ്. 3 RAM സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. 6GB, 64GB, 6GB, 128GB. മൂന്നാമത്തെ വേരിയൻ്റ് ആണ് 8GB, 256GB. ബാക്കിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്, 64 മെഗാ പിക്സലിൻ്റെ. ഫ്രണ്ടിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്, 20 മെഗാ പിക്സലിലാണ് മെയിൻ സെൽഫി ക്യാമറ. 4500 mAh ആണ് ബാറ്ററി. കൂടെ കിട്ടുന്ന പാക്കറ്റിൽ 27 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. സോ ഫസ്റ്റ് നമുക്ക് പോക്കോ X2ൻ്റെ പ്രോസ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ. പറയാതിരിക്കാൻ വയ്യ, IPS LCD ഡിസ്പ്ലേസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ആൻഡ്രോയിഡ് വേൾഡിൽ ഏറ്റവും ബെസ്റ്റ് IPS LCD ഡിസ്പ്ലേ ഉള്ളത് പോക്കോ X2നാണ്. ഇതിനേക്കാളും വില കൂടിയ ഫോൺസിൽ IPS LCD ഡിസ്പ്ലേ ഉണ്ട്, ഫോർ എക്സാമ്പിൾ Realme X3. പക്ഷേ അതിനേക്കാളും ബെറ്റർ, കുറച്ചുകൂടെ നല്ല ബ്രൈറ്റും വൈബ്രൻ്റ് ആയ ഡിസ്പ്ലേ ആണ് പോക്കോ X2ലുള്ളത്. പിന്നെ ഈ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ മറ്റ് IPS LCD ഡിസ്പ്ലേസ് ഉള്ള ഫോൺ ഉണ്ട്. ഫോർ എക്സാമ്പിൾ Realme 6 Pro ഉണ്ട്, Note 9 Pro Max ഉണ്ട്. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്റ്റിൽ ബെറ്റർ പോക്കോ X2ൻ്റെ ഡിസ്പ്ലേ ആണ്. സോ നല്ല ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് സൺലൈറ്റിൽ നിങ്ങൾക്ക് നല്ല ലെജിബിലിറ്റി കിട്ടും. അതിനോടൊപ്പം തന്നെ നല്ല കളർ ആക്യുറേറ്റും, ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്രൈറ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ട് നിങ്ങൾ ഒരുപാട് വീഡിയോസും യൂട്യൂബ് വീഡിയോസും മൂവീസ്, TV സീരീസ്, അതിനോടൊപ്പം തന്നെ വേറെ എന്തായാലും ഈ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ, ഗെയിമിംഗ് ഉണ്ടെങ്കിൽ വളരെ നല്ല ഒരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് പോക്കോ X2ൽ കിട്ടാൻ പോകുന്നത്. പ്ലസ് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. സോ ഈ ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ അണ്ടർ 20,000 120 ഹെർട്സ് റിഫ്രഷ് റേറ്റുള്ള ഏക ഫോൺ പോക്കോ X2 ആണ്. ആദ്യം ഇറങ്ങിയപ്പോൾ കുറേ ബഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു, 120 ഹെർട്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഒരുപാട് പേർക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കംപ്ലീറ്റ്ലി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്കൊരു പ്രശ്നം തോന്നിയില്ല. അങ്ങനെ ബഗ്സിൻ്റെ 120 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റ് പ്രോബ്ലം കാരണം എനിക്ക് ബഗ്സ് ഒന്നും തോന്നിയില്ല. വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് എനിക്ക് 120 ഹെർട്സ് കൊണ്ട് കിട്ടിയത്. നെക്സ്റ്റ് പ്രോ ആണ് പെർഫോമൻസ്. സോ ഇതിലുള്ളത് സ്നാപ്ഡ്രാഗൻ്റെ എനിക്ക് തോന്നുന്നു ഇപ്പം പ്രീമിയം മിഡ് റേഞ്ച് എന്ന് പറയാം, കാരണം ഇപ്പം മിഡ് റേഞ്ച് 720G ആയി മാറിയേക്കാണ്. സോ സെമി പ്രീമിയം മിഡ് റേഞ്ച് ചിപ്സെറ്റായ 730G ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 730G ആണ് പോക്കോ X2ലുള്ളത്. വളരെ നല്ല പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ ഇതൊരു പ്യുവർ ഗെയിമേഴ്സ് ഫോൺ ആണോ? അല്ല, പ്യുവർ ഗെയിമിംഗ് ഫോൺ അല്ല. പക്ഷേ നിങ്ങൾ ഒരു ഓൾറൗണ്ട് ഫോണിൽ ഒരു നല്ല ഗെയിമിംഗ് പെർഫോമൻസ് നോക്കുന്നുണ്ടെങ്കിൽ പോക്കോ X2 വളരെ നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിലും വളരെ സ്മൂത്തും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിൽ കിട്ടുന്നത്. ഞാൻ MIUI 11നെ കുറിച്ചാണ് സംസാരിക്കുന്നത്. MIUI 12 ഞാൻ ഫുൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ ഞാനൊരു MIUI 12ൻ്റെ ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. അതിൽ ഞാൻ ഫുൾ പുതിയ ഫീച്ചേഴ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ MIUI 11 ഒരുപാട് നോക്കിയതാണ്, ഓൾമോസ്റ്റ് 45 ഡേയ്സ് നോക്കിയായിരുന്നു. സോ വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് പോക്കോ X2ൽ നിന്ന് കിട്ടിയത്. സോ 730G പ്രൊസസ്സറിൻ്റെ പവർ നമുക്കറിയാവുന്നുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ പബ്ജി കളിക്കുമ്പം ഒബ്വിയസ്ലി ഒരു 40 FPS ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പബ്ജി ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടെ ഐ ബട്ടൺ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക പബ്ജി പെർഫോമൻസ് റിവ്യൂ. സോ വളരെ നല്ല പബ്ജി പെർഫോമൻസ് റിവ്യൂ ആണ്. പെർഫോമൻസ് ആണ്. 40 FPS നോക്കിയാൽ നിങ്ങൾ 40 FPS കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. വളരെ നല്ല ഓൾമോസ്റ്റ് 96-97% FPS സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. നിങ്ങളിനി GFX ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് 60 FPS കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 80-85%. സോ ഡ്രോപ്സ് ഉണ്ട്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു നിങ്ങൾ 40 ഇതിൽ തന്നിട്ടുള്ള സ്മൂത്ത് അൾട്രാ സെറ്റിങ്സ് നിങ്ങൾ കളിക്കാൻ നോക്കിയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ഇഷ്യൂ ആണ്. സോ നിങ്ങളുടെ റൂം നല്ല ഹോട്ട് റൂം ആണെങ്കിൽ, നല്ല ഹീറ്റിംഗ് ഉണ്ട് റൂമിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ടെമ്പറേച്ചർ കൂടും. സോ അന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ നല്ലൊരു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു റൂമിനും. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം 45 ഡിഗ്രി 46 ഡിഗ്രി വരെ പോയിരുന്നു കേട്ടോ ആ ഒരു ടെസ്റ്റിങ്ങിൻ്റെ അന്ന് പബ്ജി പെർഫോമൻസ്. സോ ഹീറ്റിംഗ് ഉണ്ട്. സ്പെഷ്യലി ഉള്ളത് ഈ ഒരു സൈഡിലാണ്.
നമ്മുടെ ക്യാമറയുടെ ഈ സൈഡിലാണ് മെയിൻലി ഇതിൻ്റെ ഒരു ഹീറ്റിംഗ് കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നത് പ്രൊസസ്സർ അവിടെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. സോ അവിടെയാണ് മെയിൻലി അത് വരുന്നത്, ഹീറ്റിംഗ് വരുന്നത്. ബാക്കിയിടത്തൊക്കെ ഓക്കെയാണ് ഹീറ്റിംഗ്. പക്ഷേ ഹീറ്റിംഗ് വരുന്നുണ്ടെങ്കിലും ആ ഹീറ്റിംഗ് കാരണം മറ്റെന്തെങ്കിലും ഒരു പ്രൊസസ്സറിന് വേണ്ടി ലാഗോ അല്ലെങ്കിൽ പെർഫോമൻസ് ലാഗോ ഒന്നും കിട്ടുന്നില്ല. നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കൂൾ ഡൗൺ ആവുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറുടെയും ഫേസ് അൺലോക്ക് ഫീച്ചറിൻ്റെയും പെർഫോമൻസ് വളരെ നല്ലതാണ്. എനിക്ക് ഒരു തവണ പോലും ഇങ്ങനെ ഫേസ് അൺലോക്ക് ആവാതെ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൽ എന്തെങ്കിലും പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. സൈഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. നിങ്ങളിനി ബാക്കിൽ നിന്ന് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ചെറിയൊരു ട്രാൻസിഷൻ ഫേസ് ഉണ്ട്. ഞാൻ പോക്കോ F1 നിന്ന് പോക്കോ X2ലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അതൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ യൂസ് ടു ആവും കുറച്ച് കഴിയുമ്പോഴേക്കും. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ഇതിൻ്റെ ക്യാമറ സിസ്റ്റം. സോ അണ്ടർ 20,000 സോണിയുടെ IMX686 സെൻസറുള്ള ഏക ഫോണാണ് പോക്കോൻ്റെ പോക്കോ X2. ആ ഒരു സെൻസറിൻ്റെ പവർ ശരിക്കും അറിയാനുണ്ട്. ഇതിൻ്റെ ഡിഫോൾട്ട് ക്യാമറ ആപ്പ് വെച്ച് തന്നെ നമുക്കത് അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു എനിക്ക് തോന്നുന്നൊരു ഗൂഗിൾ ക്യാമറ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ, ആ ഹാർഡ്വെയറിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഡിഫോൾട്ട് ക്യാമറ വെച്ച് നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ പ്രൈസ് റേഞ്ചിലുള്ള മറ്റ് 64 മെഗാപിക്സൽ 48 മെഗാപിക്സൽ ക്യാമറ വെച്ച് കമ്പയർ ചെയ്താലും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പോക്കോ X2 കിട്ടുന്നുണ്ട്. എനിക്കൊരു പ്രോബ്ലം തോന്നിയത്, വലിയൊരു പ്രോബ്ലം അല്ല, ചിലർക്കൊക്കെ അത് ഇഷ്ടമായിരിക്കും, ആ സാച്ചുറേഷനും കോൺട്രാസ്റ്റും പിന്നെ ആ ഒരു വാം ടോൺ ചില ഫോട്ടോസിലൊക്കെ, എല്ലാ ഫോട്ടോസിലില്ല, ചിലപ്പോഴൊക്കെ ചില ഫോട്ടോസിലൊക്കെ ആ വാം ടോൺ വരുന്നുണ്ട്. വീഡിയോസിലും ആ വാം ടോണും സാച്ചുറേഷൻ വരുന്നുണ്ട്. ഞാൻ എൻ്റെ ഇൻഡെപ്ത് ക്യാമറ റിവ്യൂവിൽ, പോക്കോ X2 ക്യാമറ റിവ്യൂവിൽ അത് നിങ്ങളുമായി ഷെയർ ചെയ്തിരുന്നു. സോ ആ സാച്ചുറേഷൻ ഉണ്ട്, ചിലർക്കത് ഇഷ്ടമാണ്. സോ പക്ഷേ ആ ഒരു ഫോട്ടോൻ്റെ നാച്ചുറൽ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പോകും. സോ പക്ഷേ നിങ്ങൾക്ക് ഗൂഗിൾ ക്യാമറ ആപ്പ് യൂസ് ചെയ്താൽ അത് വരത്തില്ല, ഒരു വാംതില്ല. കാരണം എനിക്ക് തോന്നുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ ആണത്. ആ ഒരു സംഭവം മാറ്റി വെച്ചാൽ വളരെ നല്ല പെർഫോമൻസ് ആണ്. പ്ലസ് എനിക്ക് തോന്നുന്ന ഒരു ടെലിഫോട്ടോ ലെൻസും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു. ഇപ്പോഴും ബെസ്റ്റ് ക്യാമറ സിസ്റ്റമാണ്, പക്ഷേ ഒരു കിടിലൻ ക്യാമറ സിസ്റ്റമാണ് ഒരു ടെലിഫോട്ടോ ലെൻസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. പിന്നെ സെൽഫി ക്യാമറ നോക്കിയാൽ അതും വളരെ നല്ല പെർഫോമൻസ് ആണ് തരുന്നത്. എനിക്ക് തോന്നുന്നത് നല്ല കളർ ആക്യുറേറ്റ് ഫോട്ടോസാണ് കിട്ടുന്നത്. ഫേസിൻ്റെ കളേഴ്സും പിന്നെ ആ ഒരു കോൺട്രാസ്റ്റൊക്കെ നല്ല രീതിയിൽ തന്നെ, പിന്നെ നല്ല രീതിയിലുള്ള പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയും നിങ്ങൾക്ക് ഇത് വെച്ച് എടുക്കാൻ കഴിയും. എനിക്ക് ഇഷ്ടപ്പെട്ട നെക്സ്റ്റ് ഫീച്ചറാണ് ഇതിൻ്റെ ബിൽഡ്. സോ ഇതിൻ്റെ തുടക്കത്തിൽ ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടായിരുന്നല്ലേ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു പപ്പടം പോലെ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പോലെ പൊടിഞ്ഞു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് 1-2 വീഡിയോസൊക്കെ ഇറക്കിയായിരുന്നു. പക്ഷേ ആ വീഡിയോസിന് എതിരായിട്ടും ഒരുപാട് വീഡിയോസ് ഇറക്കിയിരുന്നു. എന്നാലും ഞാനിത് എന്തായാലും ബെൻഡ് ചെയ്യാൻ നോക്കുന്നില്ല. കാരണം ഞാൻ ഫോൺ വാങ്ങിക്കുന്നത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ ഫോൺ വിളിക്കാൻ വേണ്ടി, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, പിന്നെ വീഡിയോസ് കാണാൻ വേണ്ടി, ഗെയിം കളിക്കാൻ വേണ്ടിയാണ് ഞാൻ ഫോൺ വാങ്ങുന്നത്. അല്ലാതെ പലകായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ചുറ്റികയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയോ ഒന്നല്ല. അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ ഫോർസ് യൂസ് ചെയ്ത് ബെൻഡ് ചെയ്യാൻ നോക്കി ഇത് ഒടിഞ്ഞു പോകുന്നില്ലെങ്കിൽ ബെൻഡ് ആവും. പക്ഷേ ഞാൻ അതിന് വേണ്ടിയല്ലല്ലോ ഫോൺ വാങ്ങുന്നത്. അങ്ങനെ എക്സ്ട്രീം ടെസ്റ്റൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരും ചെയ്തോട്ട് അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് ബിൽഡ് ഇതിൻ്റെ ഇഷ്ടപ്പെട്ടു. ഫ്രണ്ടും ബാക്കും Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഈ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റെഡ് കളർ നല്ലൊരു കളറാണ്, പർപ്പിളും നല്ലതാണ്. സോ 2 കളേഴ്സും നല്ലതാണ്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ക്യാമറയുടെ ചുറ്റുമുള്ള ഈ ഒരു സംഭവമല്ലേ, അത് നല്ലൊരു യുണീക്ക് ലുക്കാണ്. സോ ദൂരെ നിന്ന് ഫോർ എക്സാമ്പിൾ റിയൽമിയുടെ എല്ലാം ഫോൺസ് ഒരേപോലെ ഇരിക്കുന്ന ആ ഒരു ക്യാമറ സെറ്റപ്പ് അല്ലേ. പക്ഷേ ഇത് ദൂരെ നിന്ന് കണ്ടാൽ അപ്പോൾ തന്നെ അറിയാൻ പറ്റും പോക്കോൻ്റെ പോക്കോ X2 ആണെന്ന്. പിന്നെ P2A നാനോ കോട്ടിംഗ് കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ IR ബ്ലാസ്റ്ററിൻ്റെ ഒരു ഫീച്ചറും ഇതിൽ അവരിട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഫീച്ചറാണ് ഇതിൻ്റെ ഓഡിയോ പെർഫോമൻസ്. സ്പീക്കേഴ്സ് ഡീസൻ്റ് ആണ്, ആവറേജ് സ്ലൈറ്റ്ലി എബവ് ആവറേജ് എന്ന് പറയാം. സ്പീക്കേഴ്സ് സിംഗിൾ സ്പീക്കേഴ്സ് ആണ്, ഓക്കെ ആണ്. പക്ഷേ ഇതിൻ്റെ ഹെഡ്ഫോൺ ജാക്കിൻ്റെ പെർഫോമൻസ് വളരെ നല്ലതാണ്. ഡോൾബി അറ്റ്മോസ് ഒന്നും ഇല്ല കേട്ടോ, പക്ഷേ ഹൈ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്ലസ് നല്ല രീതിയിൽ തന്നെ അത് ഫൈൻ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ PUBG കളിക്കുമ്പോഴേ നല്ല രീതിയിൽ ബാസൊക്കെ കൂടി വെച്ചാണ് വരുന്നത്. സോ പോക്കോ F1 നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നി, എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു. പ്ലസ് പാട്ടുകൾ കേൾക്കുമ്പം അല്ലെങ്കിൽ മൂവീസൊക്കെ കാണുമ്പം വേറെ എന്തെങ്കിലും മീഡിയ നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ ഇയർഫോൺ, സോ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ഇയർഫോൺ, നല്ല ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ലൊരു ലിസ്ണിംഗ് എക്സ്പീരിയൻസ്, നല്ലൊരു ഹിയറിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഹെഡ്ഫോൺ ജാക്കിലൂടെ കേൾക്കാൻ കഴിയുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ഇതിൻ്റെ UI അല്ലെങ്കിൽ യൂസർ ഇൻ്റർഫേസ്. എല്ലാവർക്കും MI UI ഇഷ്ടപ്പെടണമെന്നില്ല, എല്ലാവർക്കും ഈ ഒരു സ്കിൻ ഇഷ്ടപ്പെടണമെന്നില്ല. അത് MI UI ആയാലും Realme UI ആയാലും One UI ആയാലും എന്തായാലും ചിലർക്കൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു ക്ലോസ് ടു ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഓക്സിജൻ OS അതുപോലത്തെ എക്സ്പീരിയൻസ് ആണ് ഇഷ്ടം. എനിക്കത് ഇഷ്ടമാണ്. പക്ഷേ ദിസ് ഇസ് നോട്ട് എൻ ഇഷ്യൂ. MI UI വളരെ നല്ല രീതിയിൽ ഓപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്, ഒരു UI സിസ്റ്റമാണ്. ഒരുപാട് കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ ഈ പോക്കോ ലോഞ്ചർ ഉണ്ട് ഇതിലും. സോ വേറെ റെഡ്മി ഫോൺസിലൊക്കെ പോക്കോ ലോഞ്ചർ ഇല്ല. പോക്കോ ലോഞ്ചർ നിങ്ങൾ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കിടപ്പുണ്ട്. ഇതിൽ ബൈ ഡിഫോൾട്ട് പോക്കോ ലോഞ്ചർ വരുന്നുണ്ട്. നല്ല രീതിയിൽ ഓപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന പോക്കോ ലോഞ്ചറാണ്. പിന്നെ ഞാൻ 1.5 വർഷമായിട്ട് പോക്കോ F1ൽ, ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന പോക്കോ F1ൽ പോക്കോ ലോഞ്ചർ യൂസ് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറാൻ വേണ്ടി
പ്രശ്നമൊന്നും തോന്നിയില്ല. അങ്ങനെ അതിനോടൊപ്പം തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയാം, ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ആഡ്സ് ഇല്ല. സോ ഇതിൻ്റെ UI-യിൽ ആഡ്സ് ഇല്ല. സോ നിങ്ങൾ ഫയൽ മാനേജർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആപ്പൊക്കെ തുറന്നാൽ അതിൽ ആഡ് ഇല്ല. എനിക്ക് തോന്നുന്നത് നോട്ടിഫിക്കേഷനിൽ ഫസ്റ്റ് ഞാൻ ഇത് ഔട്ട് ഓഫ് ദ ബോക്സ് എടുത്തപ്പോൾ നോട്ടിഫിക്കേഷൻസിൽ ആഡ് ഉണ്ട്. സോ ഫോർ എക്സാമ്പിൾ ഇവരുടെ കുറേ ആപ്പ് ഇല്ലേ, മീ ആപ്പും ഗെറ്റ് ആപ്പ്, പിന്നെ മീ വീഡിയോസ്, തീംസ്, അങ്ങനത്തെ ഒരുപാട് ആപ്സ് ഉണ്ട്. ഷവമിയുടെ ആപ്സ് ഉണ്ട്, മിയോയിലുള്ള ആപ്സ്. സോ ആ ആപ്സിൻ്റെ നോട്ടിഫിക്കേഷനിൽ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ആഡ്സ് വരുന്നുണ്ട്. ഞാൻ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് ഒരിക്കലും ഒരു ആഡും കിട്ടിയിട്ടില്ല. പക്ഷേ ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ MIUI 12 വന്നിട്ടും ആ ഒരു ക്ലീനർ മാസ്റ്റർ ആപ്പ് അവരെടുത്ത് കളഞ്ഞിട്ടില്ല. ഷവമി പറയുന്നതനുസരിച്ച് എല്ലാ ഡിവൈസിനും വേണ്ടി പ്രത്യേകം അപ്ഡേറ്റ് അവരായിരിക്കുന്നതായിരിക്കും. സോ ആ അപ്ഡേറ്റ് വരുമ്പം ചിലപ്പോൾ മിക്കവാറും ആ സംഭവം പോകും. സോ പോക്കോ X2ൻ്റെ പുകഴ്ത്തൽ മതിയാക്കി നമുക്ക് ഇതിൻ്റെ കോൺസ് നോക്കാം. ഫസ്റ്റ് കോണാണ് ഹൈബ്രിഡ് സിം സ്ലോട്ട്. സോ എനിക്ക് തോന്നുന്നത് ഈ ഒരു മിഡ് റേഞ്ച് സെഗ്മെൻ്റ് ഉള്ള അണ്ടർ 20,000 ആ സെഗ്മെൻറ്റിൽ എല്ലാവരും കൊടുക്കേണ്ട ഒരു സംഭവമാണ് ഈ ഒരു ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ പോക്കോൻ്റെ M2 Proയിൽ ഇപ്പം വന്നിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി. അതുകൊണ്ടാണ് ഇപ്പം അതിൽ ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ട് വന്നിട്ടുള്ളത്. കാരണം സ്പെഷ്യലി നിങ്ങൾ 64 GB ഒരു വേരിയൻ്റ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വേരിയൻറ്റ് 120 GB എന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഓക്കെ, അതിൻ്റെ ആവശ്യം വരത്തില്ല നോർമലി. അതുകൊണ്ടാണ് ഈ ഹൈ എൻഡ് ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലൊക്കെ കാണാത്തത്. അതിനോടൊപ്പം തന്നെ ജിയോ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഡ്യുവൽ സിം യൂസേഴ്സ് ആണ്. ഒരു ജിയോൻ്റെ നമ്പർ കാണും, പിന്നെ ഒരു നമ്മുടെ പഴയ നമ്പർ കാണും അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഡ്യുവൽ സിം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സിം 2 സിംസ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നവരാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ട് ഇല്ലെങ്കിൽ 64 GB ഫോൺ സ്റ്റോറേജ് ചിലപ്പോൾ കുറഞ്ഞിരിക്കും. എനിക്ക് പ്രോബ്ലം ഇല്ല, എനിക്ക് 64 GB മതി. പക്ഷേ എല്ലാവർക്കും അത് മതിയാവണമെന്നില്ല. അടുത്ത കോൺ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് ഈ ഒരു പിൽ ഷേപ്ഡ് ക്യാമറ, ഒരു കറുത്ത വലിയ മറുകില്ല. എനിക്കത് ഇഷ്ടമല്ല. ഫസ്റ്റ് ടൈം ഞാൻ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പം ഈ ബാറ്ററി സ്റ്റാറ്റസ് നോക്കാൻ പോകുമല്ലോ, എത്രമാത്രം ബാറ്ററി ബാക്കിയുണ്ട്, അത് നോക്കാൻ പോകുമ്പോൾ എപ്പോഴും ആ സാധനം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും അത് ഓർമ്മ വരും. ഫസ്റ്റ് ഒരു ആഴ്ച 1-2 ആഴ്ച സംഭവം ഉണ്ടായിരുന്നു, പിന്നെ നമ്മളത് മറക്കും, അല്ല നമ്മളത് ഇഗ്നോർ ചെയ്യും കുറച്ച് കഴിയുമ്പോൾ. പക്ഷേ എന്നാലും ഒരു സിംഗിൾ ആയാൽ മതിയായിരുന്നു. കാരണം എനിക്ക് തോന്നുന്ന ഒരു ഡെപ്ത് സെൻസർ വേസ്റ്റ് ആണ്. കാരണം ഇപ്പോൾ മിക്ക എല്ലാ ഫോൺസിൽ സിംഗിളാണ് വരുന്നത്. അതിൻ്റെ കൂടെ അൾട്രാ വൈഡ് വന്നിരുന്നെങ്കിൽ, ഞാൻ ആ ക്യാമറയിൽ പറഞ്ഞ പോലെ അൾട്രാ വൈഡ് വന്നിരുന്നെങ്കിൽ ഗുഡ്, നമുക്ക് സഹിക്കാം. കാരണം അൾട്രാ വൈഡ് സെൽഫി എടുക്കാൻ പറ്റും. പക്ഷേ ഡെപ്ത് സെൻസർ ഇടാൻ വേണ്ടി ആ ഡ്യുവൽ അതിട്ടത് ഒട്ടും ശരിയായില്ല. അതിനോടൊപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ ഇടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ നടുക്കുള്ള സ്പേസ് ഉണ്ട്, അത് അവർ ഇങ്ങനെ ബ്ലാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ബ്ലാക്ക് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ഒരു പിൽ ഷേപ്ഡ് കിട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 2 ഇങ്ങനെ സെപ്പറേറ്റ് ഹോൾസ് ആണ് ഉള്ളത്. ഓക്കെ, സോ എന്തായാലും എനിക്ക് തോന്നുന്ന വേസ്റ്റ് ഓഫ് സ്പേസ് ആയിരുന്നു. ഇത്രയും നല്ല ഡിസ്പ്ലേ ഉണ്ട്, ആ ഡിസ്പ്ലേ ഇത്രയും വലിയ കറുത്ത മറുകിട്ട് വെച്ചേക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ അത് എനിക്കൊരു കോണായിട്ടാണ് തോന്നിയത്. നെക്സ്റ്റ് ഞാൻ ഫേസ് ചെയ്ത ഒരു കോൺ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ സൈസും ഇതിൻ്റെ വെയിറ്റും. സോ ഞാൻ പറഞ്ഞില്ലേ, ഹോൾഡ് ചെയ്യുമ്പോൾ നല്ല പ്രീമിയം ലുക്ക് ഉണ്ട്, പ്രീമിയം ബിൽഡ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ സൈസ് നല്ല വലുതാണ് കേട്ടോ. ഒരു 6.67 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. എൻ്റെ പോക്കോ F1 6 ആണ്, ഓൾമോസ്റ്റ് 6.1 ആണ്. സോ അതിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ആ ഒരു വലിപ്പം ശരിക്കും മനസ്സിലാവുന്നുണ്ട്. പ്ലസ് വെയിറ്റും കൂടുതലാണ്, 208 ഗ്രാം ആണെന്ന് തോന്നുന്നു കേട്ടോ. സോ 208 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. നല്ല ഹെവി ഫോണാണ്, നല്ല വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, എന്നാലും ഹെവി ഫോണാണ്, നല്ല വലിപ്പമുള്ള ഫോണാണ്. സോ നിങ്ങളുടെ ഒരു കൈൻ്റെ സൈസ് ഒരു ആവറേജ് കൈ ആണെങ്കിൽ എന്തായാലും ഒരു കൈ കൊണ്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. 2 ഹാൻഡഡ് ഫോൺ തന്നെയാണ്. സോ ഇതിൻ്റെ ഒരു ന്യൂട്രൽ പോയിന്റ്, അതിൻ്റെ അർത്ഥമാണ് ഭയങ്കരമായിട്ട് നല്ലൊരു പോയിന്റും അല്ല, എന്നാൽ അതിൻ്റെ ഒരു മോശമായ പോയിന്റും അല്ല, ഓക്കെ പോയിന്റാണ്. അതാണ് ഇതിൻ്റെ ബാറ്ററി. സോ ഇതിൻ്റെ ബാറ്ററിക്ക് ഒരുപാട് ക്രിറ്റിസിസം കിട്ടിയിരുന്നു. ഞാൻ ഡെഡിക്കേറ്റഡ് ബാറ്ററി റിവ്യൂ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക ബാറ്ററി പെർഫോമൻസ് റിവ്യൂ. എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ഒരു ദിവസം ഒക്കെ നൈസായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇനി നിങ്ങൾ ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയ പെർഫോമൻസ് ആക്ടിവിറ്റീസോ ഗെയിമിംഗ് ഒക്കെ 3-4 മണിക്കൂർ കളിക്കുകയാണെങ്കിൽ 2 തവണ ചാർജ് ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു നോർമൽ യൂസറിന് വേണ്ടി ഒരു ദിവസം 1.5 ദിവസമൊക്കെ പോകുന്നുണ്ട്. ഒന്ന് വലിച്ചു നീട്ടിയാൽ 1.5 ദിവസം എന്തായാലും പോകും. സോ അത് വെച്ച് നോക്കുമ്പോൾ ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നത് ഇത്രയും പെർഫോമൻസ് ഉള്ള ഒരു പ്രൊസസ്സർ ആയതുകൊണ്ടും ആൾക്കാർ അത് പ്രതീക്ഷിക്കും. നല്ല പെർഫോമൻസ്, ഗെയിമേഴ്സ് ആണെങ്കിലും വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ആണെങ്കിലും എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ആ ഒരു പെർഫോമൻസിനൊത്തുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് അല്ല, പക്ഷേ നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെയാണ് ബാറ്ററി. സോ ഫൈനലി എൻ്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ എൻ്റെ റെക്കമെൻഡേഷൻ, നമ്മൾ ഓൾറെഡി ഇഷ്ടം പോലെ പോക്കോ എക്സിനെ കുറിച്ചുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ട് ഈ ഒരു ചാനലിൽ. അതിനോടൊപ്പം തന്നെ നമ്മളിപ്പം പ്രോസും കോൺസും കണ്ടു. ഞാനിത് റെക്കമെൻഡ് ചെയ്യുമോ? തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. എനിക്കറിയാം എൻ്റെ പ്രൈസ് ഇപ്പം കൂടിയിട്ടുണ്ട്. ഇത് ഇറങ്ങിയപ്പം 16,000 15,999 ആയിരുന്നു. ഇപ്പോൾ ഇത് കൂടിയിട്ട് 17,499 ആയി. പക്ഷേ ഇത് മാത്രമല്ല കൂടിയത്, ഇതിൻ്റെ കോമ്പറ്റേറ്റേഴ്സും പിന്നെ നമ്മുടെ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ലോവർ മിഡ് റേഞ്ചിലുള്ള എല്ലാ ഫോൺസിൻ്റെയും പ്രൈസ് കൂടിയിട്ടുണ്ട്. സോ നമുക്ക് ആ പ്രൈസ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ കണക്കിലെടുക്കാൻ കഴിയില്ല. കാരണം എല്ലാ ബ്രാൻഡ്സും ആ ബ്രാൻഡുകളുടെ എല്ലാ സബ് ബ്രാൻഡും എല്ലാവരും പ്രൈസ് കൂട്ടുന്നുണ്ട്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പം 17,499 64 GB, നിങ്ങൾക്ക് 64 GB മതിയെങ്കിൽ വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അണ്ടർ 20,000 വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺസ് അല്ലെങ്കിൽ
ദി ബെസ്റ്റ് ഫോൺ എന്നൊക്കെ പറയാം പോക്കോൻ്റെ പോക്കോ X2 ആണ്. ഞാൻ സ്പെഷ്യലി റെക്കമെൻഡ് ചെയ്യുന്നത് ആ 3 വീഡിയോസും അല്ലെങ്കിൽ പോക്കോ X2നെ കുറിച്ചുള്ള ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ട് തരാം. ഓക്കെ, സോ ഈ വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ ദിസ് ഇസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.